വൈക്കം താലൂക്ക് ആശുപത്രിയിൽ തലയ്ക്ക് മുറിവേറ്റെത്തിയ 11-കാരന്റെ തലയിൽ ടോർച്ച് വെളിച്ചത്തിൽ ഡോക്ടർ തുന്നലിട്ടെന്ന ആരോപണം അടിസ്ഥാനരഹിതമെന്ന് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ട്വിങ്കിൾ പ്രഭാകർ. വൈദ്യുതി തടസ്സപ്പെട്ടതിനെ തുടർന്ന് പ്രതിബദ്ധതയോടുള്ള ഡോക്ടറുടെ പ്രവൃത്തി അഭിനന്ദനാർഹമാണെന്നും സൂപ്രണ്ട് കൂട്ടിച്ചേർത്തു. വൈക്കം താലൂക്ക് ആശുപത്രിയിൽ തലയ്ക്ക് മുറിവേറ്റെത്തിയ 11-കാരന്റെ തലയിൽ ടോർച്ച് വെളിച്ചത്തിൽ ഡോക്ടർ തുന്നലിട്ടെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ട്വിങ്കിൾ പ്രഭാകർ പറഞ്ഞു. ആശുപത്രിയിലെ വൈദ്യുതി തകരാർ പരിഹരിക്കുന്നതിനായി ജനറേറ്റർ പ്രവർത്തിപ്പിക്കാതെ അറ്റകുറ്റപ്പണി നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് കുട്ടിയെ കൊണ്ടുവന്നത്. ആ സമയം വൈദ്യുതി തടസ്സപ്പെട്ടിരുന്നതിനാൽ വെളിച്ചക്കുറവുണ്ടായിരുന്നിട്ടും പ്രതിബദ്ധതയോടെ കുട്ടിയുടെ മുറിവ് പരിശോധിച്ച് തുന്നലിട്ട ഡോക്ടറുടെ പ്രവൃത്തി അഭിനന്ദനാർഹമാണെന്നും സൂപ്രണ്ട് കൂട്ടിച്ചേർത്തു. വൈക്കത്തെ സ്വകാര്യ ബസ് സ്റ്റാൻഡിനു സമീപത്തെ വൈദ്യുത പോസ്റ്റ് മാറ്റുന്നതിനായി KSEB വൈദ്യുതി വിച്ഛേദിച്ചിരുന്നു. ആശുപത്രിയിലെ ഓട്ടോമാറ്റിക് ചേഞ്ച് ഓവർ സ്വിച്ചിന് തകരാർ കാണുകയും തുടർന്ന് വൈദ്യുതി പ്രവഹിക്കുന്നതിൽ തടസ്സവും നേരിട്ടു. ഉടനെ ആശുപത്രിയിൽ ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ലഭ്യമാക്കി. പൊതുമരാമത്ത് വകുപ്പ് എഞ്ചിനീയറുടെ നിർദ്ദേശപ്രകാരം ബന്ധപ്പെട്ട കമ്പനിയെ വിവരം ധരിപ്പിച്ചു. തകരാർ പരിഹരിക്കാൻ ആവശ്യമായ സ്പെയർ പാർട്സുകളും സാങ്കേതിക വിദഗ്ധരും എത്തി. എന്നാൽ തകരാർ പരിഹരിക്കുന്നതിനായി ജനറേറ്ററിൽ നിന്നുള്ളതടക്കം വൈദ്യുതി പൂർണ്ണമായും വിച്ഛേദിച്ചു. സാങ്കേതിക തകരാർ പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് വൈദ്യുതി മുടങ്ങിയത്. ഡീസൽ ക്ഷാമവും ബന്ധപ്പെട്ടുയർന്ന ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്നും സൂപ്രണ്ട് പറഞ്ഞു. അങ്ങനെ ഒരു സാധ്യതയില്ല. അല്ല, ആ ഷട്ട് ഡൗൺ ചെയ്ത ഡീസൽ ഇല്ലാണ്ടല്ല, ഇത് ഷട്ട് ഡൗൺ ചെയ്താൽ നന്നാക്കാൻ പറ്റും. കാരണം അല്ലാണ്ട് അതിനൊരു മാർഗ്ഗമില്ല. ഒരു ടെക്നീഷ്യനും റിസ്ക് എടുത്ത് ചെയ്യത്തില്ല. അങ്ങനെ ചെയ്യാൻ പാടുള്ളതല്ല. ഞാൻ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല. ന്യൂസ് ബ്യൂറോ, വൈക്കം. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ.